Hi guys, welcome to the largest hot pot restaurant in the world. Welcome to Pepper Yuan Chongqing. Hi guys, good morning and welcome to our new vlog. Chongqingലെ weather outstanding ആണ് ആൻഡ് നമ്മുടെ ചൈനയിൽ നിന്നുള്ള ലാസ്റ്റ് ഫുഡ് വ്ളോഗ് ആയിരിക്കും ഈ ഒരു സീരീസിൽ. സോ ഐ തോട്ട് ഇറ്റ് ഹാസ് ടു ബി സംതിങ് സ്പെക്ടാക്കുലർ ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സ്പെക്ടാക്കുലർ. കാരണം നമ്മൾ പോകുന്നത് വേൾഡിലെ ഗിന്നസ് ബുക്കിൻ്റെ അവാർഡ് കിട്ടിയത് വേൾഡിൻ്റെ ലാർജസ്റ്റ് ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഒരു റെസ്റ്റോറൻ്റ് ആണ്, ലാർജസ്റ്റ് ആണ്, വലിയ സംഭവമല്ലല്ലോ എന്ന്. അതല്ല, ഒരു മല എടുത്തിട്ട്, ഒരു ഹില്ല് എടുത്തിട്ട് അവരതൊരു റെസ്റ്റോറൻ്റ് ആക്കിയിരിക്കുകയാണ്. ആൻഡ് അവരിപ്പോൾ റീസെൻ്റ്ലി ആണ് ഗിന്നസ് ബുക്കിലേക്ക് അവർക്ക് അവാർഡ് കിട്ടിയത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവിടെ പോയി പറയാം. ഐ തിങ്ക് ഇറ്റ്സ് ബി എ പെർഫെക്റ്റ് എൻഡിങ് ടു ദ അമേസിങ് ഫുഡ് സീരീസ് ഫ്രം ചൈന. നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഈ 18 കിലോമീറ്റർ ആണ്. അത് നമ്മൾ ഓബ്വിയസ്ലി ടാക്സി എടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് ബി സോ എക്സ്പെൻസീവ്. ഈവൻ ദുബായ് ഒക്കെ ആണെങ്കിൽ ആ സിറ്റുവേഷൻ ആണല്ലോ. നമ്മൾ വേറെ ഓപ്ഷൻ മെട്രോ എടുത്ത് ബസ്സൊക്കെ എടുത്ത് പോയി ഒരു മണിക്കൂറിലൊക്കെ അവിടെ എത്തും. ഇവിടുന്ന് ടാക്സിക്ക് വരുന്ന ആ കൂടെ 235 രൂപയെ വരുന്നുള്ളൂ 18 കിലോമീറ്ററിന്. ആൻഡ് വി ആർ റീച്ചിങ് ഇറ്റ് അബൌട്ട് 20 minutes. ദിസ് ഇസ് ലൈക്ക് എ മേജർ കൺവീനിയൻസ്. ആക്ച്വലി പീപ്പിൾ ഡോണ്ട് ചെക്ക് ഔട്ട് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വെൻ ദേ പ്ലാൻ എ ട്രിപ്പ്. ഗോവയിലൊക്കെ അപ്പോൾ മെയിൻ ഗോവയുടെ ടൂറിസം ഡിക്ലൈൻ ആവാൻ കാരണം ഇതല്ല, ബാഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മാഫിയ. ചൈനയിൽ ഞാൻ പോയിരിക്കുന്ന ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് വണ്ടികൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസസിൽ കിട്ടുന്ന ടാക്സീസ് ചൈനയിൽ തന്നെയാണ്. രാവിലെ ഇറങ്ങി ഇവിടെയൊക്കെ ഒന്ന് നടന്നേ, പ്രിയയ്ക്ക് ഒരു ന്യൂ ബാലൻസ് ഷൂ വേണമെന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് അറിയാം, ഞങ്ങൾക്ക് ഓൾറെഡി ഓവർ വെയിറ്റ് ആണ് സാധനങ്ങൾ. എന്നാലും ഇവിടുത്തെ സാധനങ്ങളുടെ റേറ്റ്സും ക്വാളിറ്റിയൊക്കെ കാണുമ്പോൾ, ഇവിടെ കുറേ ഔട്ട്ലെറ്റ് മോൾസ് ഒക്കെ ഇവിടെയുണ്ട്. ഞാൻ അതൊന്നും വ്ളോഗ് ചെയ്തില്ല. ഞാൻ പോയി വാങ്ങി നല്ല കിടിലൻ ന്യൂ ബാലൻസ് ഒരു 237 എന്ന് പറഞ്ഞ മോഡൽ ഏകദേശം ഒരു 3,200 കിട്ടുന്നത്. വേദുവിന് കുറച്ചൊരു 3-4 പാൻസ് വാങ്ങി. ഇവിടെ മേഡനോ അങ്ങനെ ഏതൊരു ബ്രാൻഡ് ഉണ്ട്, ചൈനീസ് ബ്രാൻഡ്. ഇൻക്രെഡിബിൾ ക്വാളിറ്റിയാണ്, ഭയങ്കര സ്റ്റൈലിഷ് ആണ്, കുറേ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്, ഭയങ്കര അഫോർഡബിൾ ആണ്. പക്ഷെ വെയിറ്റ് കൂടിയോണ്ടൊന്നും വാങ്ങാൻ പറ്റുന്നില്ല. റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വേൾഡിലെ ബിഗ്ഗസ്റ്റ് സിറ്റി is actually so huge. അപ്പാർട്ട്മെന്റ്സ് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുവാണ്. ആൻഡ് എവറിത്തിങ് ഇസ് ഹൈ റൈസ് ബിക്കോസ് അത്രയധികം ആൾക്കാരുണ്ടല്ലോ ഇവിടെ. പക്ഷെ വേറൊരു കാര്യം അറിയോ, ഈ ചോങ്ക്യൂല് ചോങ്ചിങ്ങില് 70% ഓഫ് ദ പോപ്പുലേഷൻ സിറ്റിയിലല്ല. എന്നിട്ടാണ് ഈ ഒരു തിരക്ക് നമ്മൾ കാണുന്നത്. ബാക്കിയൊക്കെ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള ആൾക്കാരാണ്. സോ ദേ ഹാവ് എ ഹ്യൂജ് അഗ്രികൾച്ചറൽ ലാൻഡ് ഓൾസോ. ഈ കാണുന്ന നമ്മൾ കാണിക്കുന്ന സിറ്റി ഏരിയ മാത്രമല്ല ആക്ച്വലി ചോങ്ക്യൂ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, എന്തോരം ബ്യൂട്ടിഫുൾ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓപ്പൺ സ്പേസസ് ഉണ്ട്. അവിടെ കോഫി ഷോപ്സ്, ഈ മാനർ കോഫി ഭയങ്കര അടിപൊളിയാന്ന് കേട്ടു. പിന്നെ ബൊട്ടീക്സ്, മോൾസ്. യു ഡോണ്ട് ഫൈൻഡ് എനി സ്പേസ്. ഇത്രയും വലിയ സ്ഥലമാണെങ്കിലും ഒരു സ്പേസ് പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഗ്രീൻ സ്പേസസ് ആക്കും, പ്ലേ ഗ്രൗണ്ട്സ് ആക്കും, ബിൽഡിങ്സ് ആക്കും, മോൾസ് ആക്കും, അണ്ടർഗ്രൗണ്ട് വാക്ക് വേസ് ആക്കും. അതിലെല്ലാം എന്തെങ്കിലും കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏരിയാസ് ആയിരിക്കും. ഔട്ട്സ്റ്റാൻഡിങ് ചൈനാസ് വിഷൻ. ഇത് കണ്ട, എവിടെ നോക്കിയാലും ഈ ബിൽഡിങ്സ് ആണ്. ഞാനിത് സെയിം തന്നെ റിപ്പീറ്റ് കാണിക്കുമല്ല. ഓരോ സ്ഥലങ്ങൾ ഇതുപോലെയാണ്. നമ്മുടെ ദുബായിലൊക്കെ ഓക്കെ, ഒരു ഷെയ്ഖ് സയ്യിദ് റോഡും ഭയങ്കര അസ്റ്റോണിഷ്ഡ് ആവും. പക്ഷെ ഇവരുടെ ഒരുവിധമുള്ള എല്ലാ റോഡ്സും ഇങ്ങനെയാണെന്ന്. ലോക്കൽ സൈഡ്സ് വരെ ഇങ്ങനത്തെ ബിൽഡിങ്സ് ആണ് വരുന്നത്. എന്നിട്ട് ഇവര് എത്ര ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യേണ്ടി വരും. പ്ലംബിംഗ്, ഹീറ്റിംഗ്, വെന്റിലേഷൻ, കൂളിംഗ് എല്ലാം സപ്ലൈ ഉണ്ട്. എന്ത് എനർജി റിക്വയർമെന്റ്സ് ആയിരിക്കും. എവറിത്തിങ് ദേ ആർ മാനേജിങ്. നോ, ഇത് കണ്ട, നമ്മൾ സിറ്റിയൊക്കെ വിട്ട് 18 കിലോമീറ്റർ കയറിയിട്ടുള്ള വിട്ടപ്പോഴേക്ക് ഫുൾ ഒരു മൂന്നാറിലേക്കൊക്കെ പോകുന്ന ഫീൽ അല്ലേ. പക്ഷെ വി ആർ ജസ്റ്റ് ഗോയിങ് ടു വൺ ഡെസ്റ്റിനേഷൻ. ഒരു മല എടുത്ത് ഹോട്ടലാക്കിയ സ്ഥലം, റെസ്റ്റോറന്റ് ആക്കിയ സ്ഥലം. ഇത്രയും വട്ടൊക്കെ ചൈനക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. എന്ത് രസം നോക്കിക്കോ ഇവരുടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ റോഡ്സ് തന്നെ. സിറ്റി ഒന്നും അല്ല കേട്ടാ, മാറി ഇവിടുന്ന്. എന്ത് രസം നോക്ക്. ഫുട്പാത്ത്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല വീതിയുള്ള സ്ഥലം നടക്കാനായിട്ട്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു നല്ല ഫുട്പാത്ത്സ് ഉണ്ടെങ്കിലാണ്. നടന്ന് കാണുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ദിസ് റിവീൽ.
So officially welcome to Peppa Yuan restaurant. Look at this place. How massive is this place? എൻ്റെ അമ്മോ, ഇതെങ്ങനെ കാണിക്കും? ഇവരോട് തന്നെ ചോദിക്കണം, ഇവരുടെ കയ്യിലെല്ലാം ഡ്രോൺ വീഡിയോസ് വല്ലതും ഉണ്ടോ? അല്ലാതെ ഇത് ഒരിക്കലും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഷോ, ഇതിൽ നമുക്ക് പല സ്ഥലങ്ങളിലിരിക്കാം. ഞാൻ കേട്ടിരിക്കുന്നതിൽ കുറച്ച് ഫാക്ട്സ് പറയാവേ. ഇതിൽ ഞാൻ പറഞ്ഞില്ല 5000 ആൾക്കാർക്ക് ആണ് സീറ്റിംഗ് കപ്പാസിറ്റി. പീപ്പിൾ ക്യാച്ച് ഫ്ലൈറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ചൈന. ഡൊമസ്റ്റിക് ടൂറിസം ആണ്. ടൂർ ബസ്സിലാണ് ഇവിടെ വരുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ടൂർ പാക്കേജ് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. പിന്നെ ഇത്രയും വലിയ റെസ്റ്റോറൻ്റ് ആയിട്ടും ഫുഡിന് അത്യാവശ്യം നല്ല റിവ്യൂസ് ആണ്. ബിക്കോസ് ഇത്രയും ക്വാണ്ടിറ്റി സെർവ് ചെയ്യുമ്പോൾ ഫുഡ് മോശമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നല്ല റേറ്റിംഗ്സ് ആണ് ഉള്ളത്. പിന്നെ അവർ പറയുന്നത് തിരക്കുള്ളൊരു ദിവസം ദേ ഫീഡ് ഓൾമോസ്റ്റ് ഒരു സ്മോൾ കൺട്രിയുടെ പോപ്പുലേഷൻ്റെ അത്രയാണ് ഫീഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഫാക്ട്സ്. പിന്നെ ഇവിടെ വേറെ 2-3 പാർക്കിംഗ് ഉണ്ട്. ഏറ്റവും താഴത്തെ പാർക്കിംഗ് ആണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നത് കറക്റ്റ് 32 മിനിറ്റ്സ് ആണ് സാധാരണ ഒരു ആവറേജ് വാക്കിംഗ് സ്പീഡിൽ ഇവരുടെ ഒരു ടേബിൾ കണ്ടുപിടിക്കാൻ. ആൻഡ് എത്ര ടേബിൾ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഞാൻ വ്ളോഗിൻ്റെ അവസാനം പറയാം. ഞാൻ ദില്ലു തള്ളതാണെന്നൊന്നും പറയരുത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ദ ലാർജസ്റ്റ് ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റ് ഇൻ ദ വേൾഡ്. ഞാൻ ഒരു കാര്യം തെറ്റിപ്പോയി, 5000 എന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി 5851 ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവരിവിടെ ഒരുങ്ങുന്നത്. ഇത് മൊത്തം ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. ഒരു റെസ്റ്റോറൻറ്റിനെ കാട്ടി വലുതല്ലേ ഇവരുടെ ഒരു വെയിറ്റിംഗ് ഏരിയ. അത് കഴിഞ്ഞ് ഇവിടെ ഇൻഡോർ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാം. പക്ഷേ ഇതൊന്നും അല്ല, ഇവിടെ ഒന്നും ആരും അങ്ങനെ ഇരിക്കാറില്ല. ഹോട്ട് പോട്ട് എല്ലാ ടേബിളിലും കാണും. നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. സോ സ്റ്റെപ്സൊക്കെ കയറാൻ റെഡി ആയിട്ട് വന്നാൽ മതി കേട്ടോ നിങ്ങൾ. ഇവിടെ പാത്രങ്ങൾ വെച്ചിരിക്കുന്ന കടക്കാരെ നോക്കിക്കേ. എൻ്റെ അമ്മോ, എന്താണ് ഇതൊരു ഫാക്ടറിയാണോ? മെഷീനറിയോ? ഫാക്ടറിയോ? ഇത് നമ്മൾ കാണുന്നത്. ഇനി കാണാതെ ബാക്കിൽ എത്ര കാണും? ഇതൊക്കെ വെയിറ്റിംഗ് ഏരിയ ആണ്. കാരണം ഹോട്ട് പോട്ട് വെക്കുന്നത് നമുക്ക് കാണാമല്ലോ ടേബിളിൽ. ഇതൊക്കെ വെയിറ്റിംഗ് ഏരിയ ആണ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ സീനിക്. ഓ, ഐ ലവ് ചൈന സോ മച്ച്. ഐ നെവർ ഇതൊരു ഹാർട്ട് ഇത്രയും ഫുള്ളാവുന്നത്. ജപ്പാനിലൊക്കെ ഓക്കെ, ഐ എൻജോയ്ഡ് സോ മച്ച്. സ്വിറ്റ്സർലൻഡിൽ പൈസ കാണുമ്പോൾ നമ്മുടെ ഹാർട്ടും നെഞ്ചൊക്കെ താഴത്തേക്ക് വീഴും. ജപ്പാനിൽ ഇറ്റ്സ് അമേസിങ്. പക്ഷേ ഈ ഒരു സ്കെയിൽ ഉണ്ടല്ലോ, ഇറ്റ്സ് അൺബിലീവബിൾ. ലുക്ക് അറ്റ് ദിസ്. അമേസിങ്. രാത്രിയിലത്തെ വ്യൂ എന്തായിരിക്കും ഇവിടെ. ഞാൻ ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ വെള്ളം ഒരുപാട് സ്ഥലത്ത് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി കാമിങ്. വെള്ളവും മ്യൂസിക്കും. ഇത് കയറിയിട്ടും തീരുന്നില്ല. അതെ ഇവിടെയൊക്കെ വഴിയുണ്ട്. യു ഫീൽ ലൈക്ക് യു ഡൂയിങ് ഇൻ സം ഔട്ട്സ്റ്റാൻഡിങ് ഗാർഡൻ. ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ടേബിൾ എടുത്തോ, സിറ്റ് ഹിയർ ആൻഡ് എൻജോയ് ദ മീൽ. ഇനിയുണ്ട് കേട്ടോ മുകളിലേക്ക്. ഇത് അങ്ങ് മുകളിൽ വരെ ഉണ്ട്. ഷോ, എനിക്ക് മനസ്സിലാത്തതുണ്ടല്ലോ ഇവിടെ തിരക്കില്ലാത്തൊരു ടൈം കാണില്ലേ? എന്നിട്ടും അവർ ഇത്രയും വൃത്തിയായിട്ട് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാ? ആ തിരക്കുള്ള ടൈമിലുള്ള പ്രോഫിറ്റ് മതിയായിരിക്കും ഇവർക്ക്. വീക്ക് ഡേയ്സ് ഒന്നും ഇല്ല. ആദ്യമായിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് മെനു കണ്ടു. സോ അത് കണ്ട് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇനി ചെയ്യുന്നത് സാധനങ്ങൾ ഓർഡർ ചെയ്തു. സോ ഞാൻ ഇവിടെ ഒരു മാബിൾഡ് ബീഫ്, ഇവരൊരു സ്പൈസി പോട്ട് പറഞ്ഞു. പിന്നെ കുറച്ച് ഹോട്ട് ഓയിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ടേബിൾ സെറ്റിംഗ് ഫീ, ഇന്നൊക്കെ 20 രൂപയുള്ള ടേബിൾ സെറ്റിംഗ് ഫീ ഒക്കെ ഓർഡർ ചെയ്തു. ടിഷ്യൂ ഓർഡർ ചെയ്യണ്ടേ? ടിഷ്യൂ വേണം. പിന്നെ നമ്മളിവിടെ വേറെ കുറേ സാധനങ്ങളുണ്ട്. സോ കുറേയൊക്കെ വിയേർഡാണ്. ലൈക്ക് ഈലുണ്ട്, ഷ്രിമ്പൊക്കെ ഓക്കെയാണ്. പിന്നെ ഡക്ക് ഇൻറ്റസ്റ്റൈൻ, ഡക്ക് ഫീറ്റ്, പോക്ക് ഗമ്മ്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതൊക്കെ കൂടെ പറഞ്ഞത് ഇവരുടെ ഒരു ലഞ്ചൻ മീറ്റ് പറഞ്ഞിട്ടുണ്ട്, പോക്ക് ബെല്ലി പറഞ്ഞിട്ടുണ്ട്, മാബിൾ ബീഫ് പറഞ്ഞിട്ടുണ്ട്, സ്ലോ കുക്ക്ഡ് ബീഫ് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഒരു ബട്ടൺ മഷ്റൂമും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോസും പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദിസ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഷോ കാണിക്കണ്ട, തൊപ്പി എടുത്തോണ്ട് വരാൻ പറഞ്ഞതാ. ഇവിടെ ഇത് തണുത്ത് വരച്ചോ ഒരു 2 മണിക്കൂർ. അതാ ഞാൻ ഓർഡർ ചെയ്ത കാര്യങ്ങളെ സൈസ് നോക്കിക്കോട്ടാ. കാടമുട്ട മാറും. പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മുടെ മഷ്റൂംസ്. ഇത് 3 കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ്. ജിഞ്ചറും എനിക്കൊന്ന് സെലറിയും സെലാൻഡ്രോ ഒക്കെ. ഇത് ലഞ്ചൻ മീറ്റ്. ഇത് പോക്ക് ബെല്ലി. എന്ത് രസമാണ് നോക്കുക. ഇത് മാബിൾഡ് ആംഗസ് ബീഫാണ്. ഇതാണ് ഇതിലെ ഏറ്റവും എക്സ്പെൻസീവ്. ഒരു 500 രൂപ വരും. ബാക്കി എല്ലാം ബിലോ 200 ആണ്. ഈ കിഴങ്ങിനും കാടമുട്ടയ്ക്കൊക്കെ ഒരു 80 രൂപയും 100 രൂപയൊക്കെയാണ്. കിഴങ്ങിന് 60 രൂപയും കാടമുട്ടയ്ക്ക് 90 രൂപയും.
ഇത്രയും കാടമടിക്ക് 90 രൂപയുള്ളൂ. ഒരു വളർത്തുക തോന്നുന്നു ഇവിടെ കാട. അമ്പോ, ഓ മുങ്ങി കുളിക്കാലോ ജെഫ്രി. ഇതാണ് ഹോട്ട് പോട്ട്. മണം വന്നണ്ട മണം. ഈ ചോങ്ക്യൂല് ഏറ്റവും ഫേമസ് ഫുഡ് 10,000 റെസ്റ്റോറൻറ്റ്സിന്റെ മുകളിലുണ്ട് ഇത് വെക്കുന്നത്. ഇത് മാത്രം വെക്കുന്നത് 10,000 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതാണ് ഏറ്റവും പോപ്പുലർ. ചൈനയിൽ നിന്നുള്ള എല്ലാ ഭാഗത്തുനിന്നും ഫ്ലൈറ്റ് പിടിച്ച ആൾക്കാർ ഇത് കഴിക്കാൻ വരും. ഓ ഇനിയിപ്പോ തണുപ്പില്ലെങ്കിലും കുഴപ്പമില്ല, ചൂടായി തുടങ്ങിയല്ലേ. ഒരു നമ്മുടെ ഈ ചൈന സീരീസ് അവസാനിക്കുന്നതോറും ഐ ജസ്റ്റ് വോണ്ട് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. ലൈക്ക് നമ്മളൊക്കെ ഒരിക്കലും സ്വപ്നം കാണാത്ത കാര്യങ്ങളും പക്ഷെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ട് നടന്നിരിക്കുന്നത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയുള്ള അവസരം ഒരുക്കിയ ഏത് ശക്തികളാണെങ്കിലും എല്ലാത്തിനും കൂടെ ഒരു ബിഗ് 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 ഗ്രാറ്റിറ്റ്യൂഡ്. ഓൾ ദിസ് വിൽ മേക്ക് us more and more humble. മറ്റേ തലയിൽ തൊട്ടപ്പൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ തൊടണോ? എന്നാ അങ്ങോട്ട് നന്നായി ഇളക്കിക്കോ. മറ്റേ ഗണപതിക്ക് കൊടുക്കാതെ കഴിക്കരുതെന്ന് പറയില്ലേ, ഞാൻ വല്ലതും കഴിച്ചോണ്ടല്ലോ പിന്നെ എന്റെ വയറുവേദന വന്നേ. ഓൾറെഡി പണി 2 അതിന്റെ ദേഷ്യത്തിലും വിശപ്പിലും ഇരിക്കും, പിന്നെ തണുപ്പ് ആവട്ടെ. പക്ഷെ നമ്മൾ ഓൾറെഡി മിഡ് സ്പൈസിയാ. ഓക്കെ, ഇനി ആദ്യമേ നമുക്ക് കിഴങ്ങിടാം. അയ്യോ ഇത് താങ്ക് യു. ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത കാര്യം മറന്നുപോയി കേട്ടോ, സോറി. തീർക്കണമല്ലോ. അത് തൽക്കാലത്തേക്ക് ഇവിടെ എവിടെങ്കിലും വെക്ക്. അതിൽ തന്നെ വെക്കെന്താ. അയ്യോ പിടിക്കോ. 2 എണ്ണം ഇട്ടോ ഐശ്വര്യത്തോടെ. ഇനി അത് മുങ്ങി തപ്പണം, അതാണ് അടുത്ത പാട്. ഒരു 2 എണ്ണം കൂടെ ഇട്ടോ. 2. ഇനി കാട മുട്ട ഒരു 6 എണ്ണം പറക്കിട്ടോ. വേണ്ട വേണ്ട വക്കെ. ഇതൊക്കെ ഫുഡ് വരെ കിട്ടെ ചോദിക്കണോ അത്. 2 4 എണ്ണം ഇട്ടോ. 4. ഓക്കെ ഓക്കെ. ഇനി ഒരു 2 മിനിറ്റ് തിളക്കട്ടെ. മുട്ട അപ്പം തന്നെ ആവും കേട്ടാ, പക്ഷെ ഒന്ന് ഫ്ലേവർ കയറാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇതെടുത്തു അതിന് മുമ്പ്. ഇത് ഇടണ്ട. ഇത് എനിക്കൊന്ന് ഫ്രൈഡ് പോക്ക് വെറുതെ ഓർഡർ ചെയ്തേ. കൊള്ളോ. ജെഫ്രിന് ഒരു സമാധാനം ഇല്ല കേട്ടാ. എടുത്തിട്ടോ കഴിക്കുക. എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഒരു ഗ്രേവി കിട്ടണം. എന്നിട്ട് ഒരു മുട്ട കഴിച്ചു നോക്കാം. അതിൻ്റെ ഫ്ലേവർ കയറിയോന്നാണ് അറിയേണ്ടത്. മുട്ട കയറാൻ കുറച്ച് പാടാണ്. സോ നമ്മുടെ ഫസ്റ്റ് ഹോട്ട് പോട്ട് സംഭവം കാടമുട്ട. 10 മിനിറ്റായി. ആ എരിവൊന്നും അത്രയും കിട്ടുന്നില്ല കേട്ടോ, മുട്ട ആയതുകൊണ്ടായിരിക്കും. ഉള്ളിലേക്ക് കയറുന്നില്ലല്ലോ. പക്ഷെ നാട്ടിലത്തെ കാട്ടി കുറച്ചും കൂടെ വലുതാന്ന് തോന്നുന്നു ഇവിടുത്തെ കാടമുട്ട. മഷ്റൂംസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഗിട്ടട്ടി സാധനം തിരിച്ച് കണ്ടുപിടിക്കാനാണ് പാട് ഇതിൻ്റെ അകത്തുനിന്ന്. മഷ്റൂംസ് പിന്നെ മുകളിൽ കിടന്നോളും. മഷ്റൂം നോക്കട്ടെ. മീറ്റൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ മഷ്റൂമിൽ നല്ല ഫ്ലേവർ വരുന്നുണ്ട്, നല്ല എരിവുണ്ട് കേട്ടോ, നല്ല സ്പൈസിയാണ്. ഇത് മീറ്റ് ഇടുമ്പോഴായിരിക്കും സെറ്റ് ആവുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങ് സെറ്റായി എന്നാ പറയുന്നത്. നോക്കട്ടെ, പെട്ടെന്ന് വേവുന്നുണ്ട് കേട്ടാ. പക്ഷെ ഇത് വേവിച്ചിട്ട് ഹാഫ് ബോയിൽഡ് ആയിട്ടൊന്നും അല്ല അവർ തരുന്നത്, പച്ചക്ക് തന്നെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് വേവുന്നുണ്ട്. എനിക്കൊന്നും ഇതിൻ്റെ ഈ എരിവ് തന്നെ കൊണ്ടായിരിക്കും, ഇതിൻ്റെ ഉള്ള സ്പൈസസും അതൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ വരുന്നതായിരിക്കും. നോക്കട്ടെ ടേസ്റ്റ്. ഉരുളക്കിഴങ്ങ് ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. കാരണം കിഴങ്ങാണല്ലോ ഏറ്റവും കൂടുതൽ ഫ്ലേവർ അബ്സോർബ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഓ സെറ്റ്. എനിക്കൊന്നും മീറ്റിന് പോലും ചിലപ്പോൾ ഇത്രയും ടേസ്റ്റ് വരില്ല. അതിൻ്റെ കൂടെ സ്പൈസസും അതൊക്കെ കാണാം, ചില്ലിയൊക്കെ. ഇത് ഒഴിക്കണം എന്ന് നമ്മൾ. ഓ ഓക്കെ ഓക്കെ. ഞാൻ എല്ലാം ഇട്ടോട്ടെ ചേച്ചി, എല്ലാം ഇട്ടോ. ജിഞ്ചർ ഓക്കെ. ഓക്കെ, ഇതും കൂടെ ഇടണം. ഓക്കെ ഓക്കെ, അതും ഇടണോ? ഓക്കെ, എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അപ്പം ഇതിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് മുക്കി വേണം കഴിക്കാൻ. കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അതൊന്നും വേണ്ട. ഇനി നമ്മൾ ഓരോന്നിടും. അതും ഇടാൻ, മുട്ടയും ലഞ്ചൻ മീറ്റും കൂടെ ഒരുമിച്ച് ഇടാൻ. അവർ മൊത്തമായിട്ട് ഇടുന്ന കേട്ടാ. അതെന്താ വ്യത്യാസം എന്നറിയാം ഫ്രീ.
ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഒരു പത്തണം കഴിക്കും, മനസ്സിലായോ? നമ്മളെപ്പോലെ ഇത് മാത്രമല്ല. ഓക്കെ, ഇനി അത് തളിച്ചിട്ട് ഈ സാധനത്തിൽ മുക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മ റിച്ചോട് റിച്ച്. ഓൾറെഡി ഇതിൻ്റെ ഫ്ലേവേഴ്സ് മൊത്തം അബ്സോർബ് ആവുന്നുണ്ട്. അതിലൂടെ ഈ ഓയിലിയും വിനാഗിരിയും ഒരു അച്ചാറിൻ്റെ ടേസ്റ്റും ഉപ്പും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, കിഴങ്ങിട്ടോ പൊട്ടറ്റോ മൊത്തം ഇട്ടോ വേണമെങ്കിൽ. ഇതിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സ്പൈസസ് നോക്കിക്കോ കേട്ടോ. നോക്കണ്ട, ചില്ലി, പെപ്പർകോൺ, വേറെ എന്തൊക്കെയോ കുറേ സ്പൈസസ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് വാട്ട് മേക്ക് ദീസ് ഹോട്ട് പോട്ട് സോ യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ്. എന്തോരം വെറൈറ്റീസ് ആണ്. വെറുതെ കുറച്ച് എണ്ണയും പെപ്പറും മുളകും മാത്രമല്ല, ഓരോ സ്പൈസസ് ഇട്ട് അവർ ഫൈൻ ട്യൂൺ ചെയ്യും. നൗ ലെറ്റ്സ് ടേസ്റ്റ് ദ ലഞ്ചൻ മീറ്റ്. കൊള്ളാം അല്ലേ ലഞ്ചൻ മീറ്റ്? ലഞ്ചൻ മീറ്റ് എടുത്ത് നമ്മുടെ ഈ ചില്ലി ഓയിലിൽ മുക്കി. എന്തൊരു വെതറും, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ കണ്ടില്ലേ നിങ്ങൾ? ഓ വാവ്, ആ ഒരു പോക്കിനെസ്സും ഇതിൻ്റെ ഓയിലിനെസ്സും ആ സ്പൈസി ലെവലും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന ലഞ്ചൻ മീറ്റ് അല്ല കേട്ടോ ഇത്. ആ പോർക്ക് കിട്ടില്ലല്ലോ. അടിപൊളി സംഭവം. ഇതൊന്നും പോരാതെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, അത് മറന്നുപോയി. അതൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. പ്ലെയിൻ എഗ് ഫ്രൈഡ് റൈസ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ചൈനയിൽ വന്നപ്പോൾ ഉള്ള ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്, പോർഷൻ തീർക്കാൻ. ആ എന്താ എല്ലാത്തിനും. നോക്കട്ടെ, ഇവിടെ സാധാരണ ഒരു ഫ്രൈഡ് റൈസ് ആണ്. നമുക്ക് ഫ്രൈഡ് റൈസ് മാത്രം നോക്കാം. സാധാരണ എഗ് ഫ്രൈഡ് റൈസ്. ഓ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ വിചാരിക്കും ഈ ചൈനക്കാരും എല്ലാത്തിലും ഈ സോസും വലിച്ചവരും എല്ലാത്തിലും ഒരു ഫിഷി ഭയങ്കര ആഫ്റ്റർ ടേസ്റ്റും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. ഒന്നും അല്ല കേട്ടോ. ഇത് എന്തിൻ്റെ കൂടെയാണ് ഇട്ട് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നല്ല ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. വെറും എഗ്ഗും റൈസും മാത്രമേ ഉള്ളൂ. ഈവൻ സോൾട്ടിനെസ് പോലും അധികമില്ല. പക്ഷെ നമ്മൾ ഈ ഹോട്ട് പോട്ടിൻ്റെ ഡിഷസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ സെറ്റായിരിക്കും. അപ്പം അവർ വന്ന് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച്, കഞ്ഞിവെള്ളം പോലത്തെ വല്ല ആയിരിക്കും. കഞ്ഞിവെള്ളം ചൂടുവെള്ളം എന്തോ ഒഴിച്ചു. പക്ഷെ മസാല ഒന്നും എക്സ്ട്രാ ഇട്ടില്ല. അപ്പോൾ എനിക്കൊന്നും എൻ്റെ ആവശ്യത്തിനുള്ള മസാല അതിലുണ്ട്. ഇനി ചിലപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ കുറയും. നേരത്തെ ഭയങ്കര അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അത് ഇത് നോക്കിക്കേ, ജെഫ്രിൻ്റെ പ്ലേറ്റ്. ചോറ്, കിഴങ്ങ്, പോർക്ക്, മുട്ട. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ ഹോട്ട് പോട്ടൊന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ നിങ്ങളൊന്ന് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് വാ. ഓക്കെ ജെഫ്രി, താരങ്ങളെ ഇറക്കിക്കോ. സ്റ്റാർസിനെ ഇറക്കാൻ ടൈമായി. മൊത്തം ഇട്ടോ. പോക്ക് ബെല്ലിയാണ്. ഓ എന്ത് തിന്നാൻ നോക്കിക്കോ എൻ്റെ സ്ലൈസസ്. അത് പാടാ. പോർക്ക് മാത്രം ഇട്ടാൽ മതി. ലാസ്റ്റ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇടാം, ദ ബീഫ്, ആംഗസ് ബീഫ്. ഇതല്ല പോക്കിൻ്റെ ഒക്കെ ക്വാളിറ്റി, മാബ്ലിങ്ങും അതിൻ്റെ ഫാറ്റും മീറ്റ് ലെയറും എവറിത്തിങ് അതിൻ്റെ കൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. അത് ഫ്രൈഡ് റൈസിലും കൂടെ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. മാക്സിമം ഒരു 2 മിനിറ്റ് സെറ്റാവും അത്. പോക്ക് ബെല്ലി സെറ്റായി തോന്നുന്നു കേട്ടോ. ഇത് വേഗം ആവുമല്ലോ. നോക്കട്ടെ. സോ ഇറ്റ്സ് ആക്ച്വലി ബേക്കൺ. ബേക്കൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹോട്ട് പോട്ട് ബേക്കൺ. ആഹാ, റൈസ് അതിന് മുമ്പേ കഴിഞ്ഞു പോയി. ഓ ഇത് ഇത്ര നേരം ഇടാൻ പാടില്ലായിരുന്നു. എല്ലാം എടുത്താ കുറച്ച് ചൂയായി തുടങ്ങി. ഫ്ലേവർ വൈസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഇത്ര നേരം ഇട്ട് കഴിഞ്ഞുകൊണ്ട് ഓവർ കുക്ക്ഡ് ആയിപ്പോയി. നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ മുങ്ങുവാണ്. ഞാൻ കൗണ്ട് ചെയ്ത് പറഞ്ഞിട്ട് ട്രയൽ നോക്കി. കറക്റ്റ് 30 സെക്കൻഡ്സ്. എൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ സാധനം റബ്ബറാവും. വേഗം ഇട്ട എല്ലാം കൂടെ, അല്ലെങ്കിൽ എൻ്റെ കൗണ്ടിങ് ഒക്കെ തെറ്റിപ്പോവും. കണ്ട ഇതാണ് കറക്റ്റ് രീതിയിലാവുന്നത്. ആ ബീഫ് അതിൻ്റെ മൊത്തം ഫ്ലേവർ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്ന് റോ ആണ്, പക്ഷേ ഇറ്റ്സ് full of that hot pot goodness. Okay, so our star of dish, നമ്മുടെ beef with that hot pot goodness. Oh, definitely this time potatoes outstanding. It's a beefy, a hot pot എരിവും
പിന്നെ ഈ ഒരു ആംബിയൻസ് തണുപ്പ് ഓരോ ആലോചിച്ച് നോക്കി ഇവരിത് ഇവിടെ ഭയങ്കര ചൂടാവുക എനിക്കൊന്ന് ഗൾഫിൻ്റെ പോലത്തെ ചൂടാവും ആ ചൂടത്ത് ഇതിരുന്ന് കഴിക്കുന്ന ആലോചിച്ച് നോക്ക് എന്തൊരു വേർത്തോണ്ടായിരിക്കും കഴിക്കുന്നത് എന്നാലും ഇവർ കഴിക്കും. എന്തായാലും ബെസ്റ്റ് വേ ടു സേ ഗുഡ് ബൈ ടു ചൈന ആൻഡ് ചോങ്ചിങ്. ബെസ്റ്റ് ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റ്, ഇന്ന് ഏറ്റവും വലിയൊരു ഐക്കോണിക് റെസ്റ്റോറൻറ്റിൽ വന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ട് തന്നെ ചൈനയോട് ബൈ പറയാം. പക്ഷേ രാത്രിയിലത്തെ ഡിന്നറും കൂടെ കാണിച്ചു തരാം, അതും ഒരു യുണീക്ക് സ്ഥലമാണ്. ഗൈസ്, സോ ഞാൻ ഇവരുടെ നൈറ്റ് വ്യൂ കൂടെ കാണിച്ചു തരാം. ആ നൈറ്റ് വ്യൂ ആണ് രാത്രി ഇത് വേറെ ലോകമാവും ശരിക്കും. ഒരു ഡൈനിങ് ഇൻ ദ ഹെവൻസ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. സോ അതും കൂടെ കണ്ടോ. അപ്പോഴേക്ക് ഞങ്ങൾ റൂമിൽ പോയി പാക്കൊക്കെ ചെയ്ത് നമുക്ക് ഡിന്നറിന് ഇറങ്ങാം. ഗൈസ്, സോ ഹോട്ട് പോട്ട് കണ്ടല്ലോ. ഇനി ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്ഥലം കാണിച്ചു തരാം. ഈ സ്ഥലം കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു റേറ്റിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഫുഡിന് ഈ റേറ്റിൽ കിട്ടുമെന്ന് നിങ്ങൾ ഇതുവരെ ഒരു എക്സ്പെക്റ്റ് പോലും ചെയ്ത് കാണില്ല. ഞങ്ങൾ സ്ഥിരം രാത്രി കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നടക്കാമെന്നുള്ള ദൂരമേ ഉള്ളൂ. നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ കംപ്ലീറ്റ് സ്ട്രീറ്റിൽ ഫുഡാണ്. ഇൻക്രെഡിബ്ലി അഫോർഡബിൾ ഫുഡ്. നമ്മൾ സാധാരണ ഇതൊന്നും ഇവിടുന്ന് ഒന്നും കഴിക്കില്ല. ഇത് നമ്മുടെ ഒരു ദിവസം കഴിച്ചില്ല. പരിപ്പും ബീഫും ഉള്ള നൂഡിൽസ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഒരു സംഭവമാണ്. നമ്മളെ ഇപ്പോഴും അവരെന്തെങ്കിലും പറ്റിക്കലാണോ എങ്ങനെയാണ് ആ റേറ്റ് കൊടുക്കുന്നതെന്നുള്ള അതിൻ്റെ ടേസ്റ്റും അതാണ് മെയിൻ. അതെ, ഇതാണ് ഞങ്ങളുടെ സെറ്റപ്പ്. ഇനി ഇതിനകത്തെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളുടെ എല്ലാവരും അന്തരിച്ചു പോവും, ഉറപ്പാണ്. അന്തരിച്ചു എന്നല്ല, അന്താളിച്ചു പോവും. 2 ചിക്കൻ ബർഗർ, 2 പെപ്സി, ഇതെല്ലാം മീഡിയം സൈസാണ്, ലൈക്ക് സ്മോൾ അല്ല. ഒരു ഫ്രഞ്ച് ഫ്രൈസ് 370 or 368 റുപ്പീസ്. അതിൻ്റെ കൂടെ 1 ഹാഫ് ചിക്കൻ, ബ്രോസ്റ്റിൻ്റെ ഹാഫ് ചിക്കൻ 16, സോ ദാറ്റ്സ് ലൈക്ക് അറൗണ്ട് അനദർ 180 റുപ്പീസ്. ഈ ഇത്രയും ഫുഡ് ഐറ്റംസിന് ആ കൂടെ ഒരു 530 രൂപയാണ് ആവുന്നത്. എനിക്ക് തോന്നില്ല വേറെ എവിടെയും അത് സാധിക്കുന്നു ഈ ഒരു ക്വാളിറ്റിയിൽ. അതിൻ്റെ മയോനീസ്, കോൾസ്ലോ എന്തൊരു ടേസ്റ്റാണ്, ഫുൾ സെറ്റ്. ഇനിയിപ്പോൾ ഫുഡും കൂടെ വരുമ്പോൾ ക്ലിയറായി കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു അഡിക്ഷൻ ആയിപ്പോയി അല്ലേ ഇവിടെ വന്നിട്ട്. ഇത് കണ്ട ഒരു അമേരിക്കൻ ഡൈനർ രീതിയിലൊക്കെയാണ് തരുന്നത്. ബൺ നല്ല ഫ്രഷ്ലി ബേക്ക്, നമ്മുടെ ഒരു ടർക്കിഷ് ബ്രെഡ് പോലെയാണ്. യു ഹാവ് എ ബിഗ് പീസ് ഓഫ് ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ, കോൾസ്ലോ, സം മയനീസ്, അത്യാവശ്യം ഒരു മീഡിയം സൈസ് പെപ്സി, പിന്നെ ഇങ്ങനെ ഒരു കിടിലൻ എല്ലാം നല്ല പാക്കേജിങ് ആണ്. ഈ റേറ്റ് ആണെങ്കിലും നമുക്കൊരു ചീപ്നെസ് തോന്നിക്കില്ല. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ആൻഡ് ദെൻ യു ഗെറ്റ് 1 more പെപ്സി ആൻഡ് 1 more ബർഗർ. എനിക്ക് തോന്നുന്നു ചിക്കൻ അവർ ഫ്രഷ് ആയിട്ട് എപ്പോഴും ഉണ്ടാക്കുള്ളൂ, അത് ഇത് കഴിയുമ്പോൾ തന്നെ വരും. തിക്ക് കട്ട് ഫ്രൈസ് ആണ്. ഇതെല്ലാം കൂടെയാണ് നമുക്ക് ഈ പ്രൈസ് കിട്ടുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ദീസ് പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. അതും ഫ്രഷ്ലി മെയ്ഡ് ഗുഡ്സ്, ഫ്രഷ്ലി മെയ്ഡ് ബൺസ് ആൻഡ് ചിക്കൻ ആൻഡ് എവറിത്തിങ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്. നല്ല ടോസ്റ്റഡ് സെസ്മിയുടെ ടേസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഫൈനൽ ഇതുപോലെ അവരുടെ ഒരു ചിക്കനും ഉണ്ട്. അതിനെക്കാട്ടി ഏറ്റവും രസം എന്താണെന്നറിയോ, ഇവരുടെ പാക്കിങ് ഒരു ഹാഫ് ചിക്കനാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് ഇതിൻ്റെ പാക്കിംഗ് കണ്ടാ, മറ്റേ ഹീറ്റ് ഫോയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു പാക്കിങ്ങും. ഓൾ ദിസ് അമേസിങ് ഫുഡ് ഫോർ ദിസ് പ്രൈസ്. സോ ചോങ്ചിങ്ങിലേക്ക് വരുന്നവർ, do not worry, you have your hot pots to your western food, everything at affordable rates. ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ സ്കെയിൽ ഇതുവരെ മാറിയിട്ടില്ല. ആൻഡ് ദ ഫുഡ് വാസ് ഓൾസോ സോ ഡെലിഷ്യസ്. ഇവരുടെ ഒരു പെപ്പറുണ്ട്, റത്തൻ പെപ്പർ അങ്ങനെ എന്തോ പറയുന്നത്, അതിന് ഭയങ്കര ഒരു ആഫ്റ്റർ ടേസ്റ്റാണ്, കുത്തലാണ്. അത് നമ്മളൊന്ന് അക്കസ്റ്റംഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ എൻജോയ് ദ ഫുഡ്. ഇല്ലെങ്കിൽ മാക്സിമം ആ ഫുഡ് അവോയ്ഡ് ചെയ്ത് കഴിക്കാം. എന്തായാലും ഒരു അടിപൊളി എൻജോയബിൾ ട്രിപ്പായിരുന്നു ഹോൾ ചൈന. നാളെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. പക്ഷെ എങ്ങോട്ടാണ് അത് നിങ്ങൾ ഗസ് ചെയ്യുക. സോ അടുത്തൊരു ബ്ലോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.